ഒരു പൂച്ചക്കുട്ടൻ പുഴയുടെ തീരത്ത് വെള്ളം കുടിക്കാൻ വന്നതാണ്. പെട്ടെന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ഓടി ഒളിക്കുന്നു. അത് ഒരു കൂട്ടം പട്ടിക്കുട്ടന്മാരായിരുന്നു. അവന്മാർ വന്ന് പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നു. ഒരുത്തിന് മീൻ പിടിച്ചപ്പോൾ ബാക്കിയുള്ളവന്മാർ അടിയാകുന്നു. മീൻ രക്ഷപ്പെട്ട് ചാടി അടുത്ത് ഒളിച്ചിരുന്ന പൂച്ചക്കുട്ടൻ്റെ അടുത്ത് ചെന്ന് വീഴുന്നു. അവൻ അത് ഉടനെ വായിലാക്കുന്നു. ഇത് കണ്ട പട്ടിക്കുട്ടൻ പൂച്ചക്കുട്ടനെ പിടിക്കാൻ വരുന്നു. പൂച്ചക്കുട്ടൻ ജീവനും കൊണ്ട് ഓടുന്നു. ഓടുന്ന വഴിക്ക് മീൻ പൂച്ചക്കുട്ടൻ തിരിച്ചു കൊടുക്കുന്നു. എന്നാൽ പട്ടിക്കുട്ടന്മാർ വിടുന്നില്ല. ഒരു പുഴയും ചാടിക്കടന്ന് പൂച്ചക്കുട്ടൻ ഓടുന്നു. ഓടുന്ന വഴിക്ക് ഒരു മരത്തടിയുടെ അടിയിൽ കൂടെ പൂച്ചക്കുട്ടൻ ഓടുന്നു. പട്ടിക്കുട്ടന്മാർ കുറച്ചു നേരത്തേക്ക് അവിടെ പെട്ടുപോകുന്നു. ആ സമയം കൊണ്ട് പൂച്ചക്കുട്ടൻ ഒളിക്കുന്നു. പട്ടിക്കുട്ടന്മാർ അവനെ കാണാതെ ഓടിപ്പോകുന്നു. പൂച്ചക്കുട്ടൻ സമാധാനപ്പെട്ട് നിൽക്കുമ്പോൾ അതാ പട്ടിക്കുട്ടന്മാർ തിരിച്ചു വരുന്നു. പക്ഷേ പൂച്ചക്കുട്ടനെ പിടിക്കാതെ അവന്മാർ ഓടി രക്ഷപ്പെടുന്നു. എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ അതാ കുറെ മാനുകൾ ഓടി വരുന്നു. അതിനിടയ്ക്ക് പൂച്ചക്കുട്ടൻ പെട്ടുപോകുന്നു. എന്തോ വലിയൊരു സംഭവം വരുന്നത് പോലെ പൂച്ചക്കുട്ടന് തോന്നുന്നു. അതാ മലവെള്ളം കുത്തിയൊലിച്ച് വരുന്നു. പൂച്ചക്കുട്ടൻ ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നതിന് മുമ്പേ അവൻ അതിൽ പെട്ടുപോകുന്നു. പട്ടിക്കുട്ടന്മാർ ഓടിച്ച പൂച്ചക്കുട്ടൻ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് മുങ്ങിയും പൊങ്ങിയും ഒഴുകിപ്പോകുന്നു. പെട്ടെന്ന് അവന് ഒരു മരക്കൊമ്പിൽ പിടുത്തം കിട്ടുന്നു. അതിൽ കയറി നിന്ന് അവൻ രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ടു എന്ന് തോന്നിയ നിമിഷം ദൂരെയെന്ന് ഒരു പട്ടിക്കുട്ടൻ ഒഴുകുവന്ന് ആ മരക്കൊമ്പിൽ പിടിക്കുന്നു. പേടിച്ചുപോയ പൂച്ചക്കുട്ടൻ പുറകോട്ട് മാറുന്നു. അപ്പോൾ ദാ മരക്കൊമ്പൊടിഞ്ഞ് രണ്ടുപേരും വീണ്ടും വെള്ളത്തിൽ വീഴുന്നു. എങ്ങനെയൊക്കെയോ നീന്തി പൂച്ചക്കുട്ടൻ കരക്കെത്തുന്നു. നോക്കുമ്പോൾ ദാ പുറകെ പൂച്ചക്കുട്ടനും അതേ കരയിലേക്ക് കയറി വന്നു. അവൻ്റെ കൂട്ടുകാരെല്ലാം പുഴയുടെ അപ്പുറത്തെ വശത്തായി പോയിരുന്നു. പട്ടിക്കുട്ടൻ പതിയെ പൂച്ചക്കുട്ടൻ്റെ പുറകെ നടക്കാൻ തുടങ്ങുന്നു. പൂച്ചക്കുട്ടൻ ഷടാ ഇവനെന്താ എൻ്റെ പുറകെ വരുന്നത് എന്ന് വിചാരിച്ച് ഓടുന്നു. പെട്ടെന്ന് അവൻ രണ്ട് നീളൻ കാലുകൾക്കിടയിലൂടെ ഓടിപ്പോകുന്നു. അവൻ നോക്കുമ്പോൾ ഒരു ഭീമാകാരനായ പക്ഷി. ആ പക്ഷി അവൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ പട്ടിക്കുട്ടൻ ഓടിവന്ന് പക്ഷിയുടെ മുൻപിൽ വന്ന് നിന്ന് കുരച്ച് പേടിപ്പിക്കുന്നു. ഈ സമയം കൊണ്ട് പൂച്ചക്കുട്ടൻ രക്ഷപ്പെടുന്നു. പൂച്ചക്കുട്ടൻ നടന്ന് അവൻ്റെ വീട്ടിലെത്തുന്നു. പുറകെ പട്ടിക്കുട്ടനും. പൂച്ചക്കുട്ടൻ അവൻ്റെ വീടിനകത്ത് കിടന്ന് ഉറങ്ങുന്നു. കുറേ നേരം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളം അവൻ്റെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുന്നു. കൂടാതെ പട്ടിക്കുട്ടനും അവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് ഒരു തോണി വെള്ളത്തിൽ കൂടി വരുന്നു. പട്ടിക്കുട്ടൻ പൂച്ചക്കുട്ടനെ വിളിക്കുന്നു. വെള്ളം വളരെ പെട്ടെന്ന് തന്നെ ഉയരുന്നുണ്ട്. ആദ്യം ഒന്നും അടിച്ചെങ്കിലും പൂച്ചക്കുട്ടൻ താഴേക്ക് ചാടാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് ആ തോണിയിൽ പട്ടിക്കുട്ടന്മാരാണെന്ന് കാണുന്നത്.